ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ അറിവാണല്ലോ ഏതൊരു മനുഷ്യനുമുള്ളത്. ഈ അറിവിനെ വാസ്തവത്തിൽ അറിവ് എന്ന് പറയാൻ ആയില്ല. അറിവ് വേറെ കിടക്കുന്നു. ഇവിടെ എന്തെന്ത് അറിവുകൾ നേടിയാലും അത് ഇവിടേക്ക് മാത്രമാണ്. ഈ ശരീരത്തിൻ്റെ രക്ഷ ഒന്നു മാത്രമാണ് ഈ അറിവുകളെ കൊണ്ട്. ഈ ശരീരത്തിൻ്റെയും ഈ ശരീരത്തെ ആശ്രയിച്ചു കഴിയുന്നവരുടെയും മറ്റു സമൂഹത്തിലെയും ദേഹരക്ഷ മാത്രമേ ഈ ലോകത്തിലെ അറിവ് കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ സ്വന്തം സ്വരൂപത്തെക്കുറിച്ച് നാം അറിയുകയാണെങ്കിൽ ഈ ലോകത്തെ സംബന്ധിച്ച് എല്ലാ അറിവും എല്ലാ സുരക്ഷയും നമുക്കുണ്ടാവുന്നു. പരിപൂർണമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതോടെ നമുക്ക് കൈവരുന്നു. അതിനാൽ നാം അധ്യാത്മ വിദ്യാഭ്യാസത്തിൽ കൂടി ആത്മബോധം വന്ന് അജ്ഞാനമെല്ലാം നശിച്ചാൽ നമുക്ക് ഈ ശരീരം ഞാനാണ് എന്ന ഭ്രമം ഇല്ലാതെയായി ആത്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങും. അതാണ് ആ ബ്രഹ്മാത്മാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചിടും, സഹജാനന്ദമുൾപ്പൂവിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും. ബ്രഹ്മാത്മാനുഭവത്താലോ ആ ബ്രഹ്മാത്മാനന്ദം നമുക്ക് അനുഭവമായാൽ, ബ്രഹ്മാനുഭവം നമുക്ക് അനുഭവമായാൽ ദുഃഖം എല്ലാം അസ്തമിച്ചു പോകുന്നു. മാത്രമല്ല സഹജമായ നമ്മുടെയെല്ലാം യഥാർത്ഥമായ പ്രകൃതം ആനന്ദമാണ്. അതാണ് സഹജമായിട്ടുള്ളത്. സഹജാനന്ദമുൾപ്പൂവിൽ ബാക്കിയെല്ലാം വന്നു ചേർന്നതാണ്, ആനന്ദം മാത്രം അവിടെ ഉള്ളതാണ്. ആ സഹജാനന്ദം നമ്മുടെ ഉൾപ്പൂവെന്നാൽ നമ്മുടെ മനസ്സിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും. സഹജാനന്ദം, സഹജമായ ആനന്ദാനുഭൂതി അപ്പോൾ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അത് ഈ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. അതിൻ്റെ അനുഭവം അടുക്കുന്നവർക്കെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതാണ് ബ്രഹ്മാനന്ദാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചുപോകും. ദുഃഖം നശിക്കുകയാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ദുഃഖനാശവും സുഖപ്രാപ്തിയും. ദുഃഖം നമുക്ക് ഇല്ലാതെയാവണം, സുഖം നമുക്ക് ലഭിക്കുകയും വേണം. ഈ സുഖത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ദുഃഖത്തിൽ കലാശിക്കുന്നത്. സുഖം നമുക്ക് ഓടിയാൽ കിട്ടുന്നതല്ല. കാരണം അത് തന്നിൽ നിന്നും അന്യമല്ലാത്തതുകൊണ്ട് അതിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ടതായിട്ടില്ല. അതാണ് തന്നിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് അനുഭവം വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ബ്രഹ്മാത്മാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചുപോകും, സഹജാനന്ദമുൾപ്പൂവിൽ അപ്പോൾ സഹജമായ ആനന്ദാനുഭൂതി ഉൾപ്പൂവിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തിങ്ങി നിറഞ്ഞിടും. നിറഞ്ഞ് കവിഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ നാം ഈ ലോകത്തെ കാണുന്നത് ആദ്യം കാണുന്നത് പോലെയല്ല. ആദ്യം നമ്മൾ ലോകത്തെ കാണുന്നത് ഇപ്പോൾ പച്ച കണ്ണട വെച്ച് നാം നോക്കുകയാണെങ്കിൽ എല്ലാം പച്ചയായി കാണും. എന്നാൽ കണ്ണട മാറ്റി നോക്കിയാലോ, കണ്ണട മാറ്റി നോക്കുകയാണെങ്കിലും ഓരോന്നിനെയും അതാത് ഭാവത്തിൽ കാണാൻ കഴിയും. പച്ചക്കണ്ണട വയ്ക്കുമ്പോൾ എല്ലാം പച്ചയാകുന്നു, ചുവന്ന കണ്ണട വെച്ചാൽ എല്ലാം ചുവപ്പായി തോന്നും.
എന്നാൽ കണ്ണടയേ ഇല്ലെങ്കിലോ ഓരോന്നിനെയും അതാതിൻ്റെ ഭാവത്തിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയും, വിലയിരുത്താനും കഴിയും. അതുപോലെ സഹജമായ ആനന്ദാനുഭൂതി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്ന ആ സഹജാനന്ദത്തെ നാം എല്ലാത്തിലും ദർശിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നാം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച ഒരു ലോകത്തെ മാത്രമേ നാം അംഗീകരിക്കുകയുള്ളൂ, അല്ലാത്തതിനെ നാം തിരസ്കരിക്കും. അതിനാൽ അതാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നു, മുന്നമീ കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി. ആദ്യം അദ്ദേഹം കണ്ടിരുന്ന ഈ ലോകത്തെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ്. എന്നാൽ ആത്മാനന്ദാനുഭൂതി തനിക്ക് വരാൻ തുടങ്ങിയ ശേഷം ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരു ജ്യോതിസിനെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി. അവിടെ വ്യത്യസ്തതയില്ല, വലുപ്പച്ചെറുപ്പമില്ല, ഉയർന്നതെന്നും താഴ്ന്നതെന്നുമില്ല, പണക്കാരെന്നും പാവങ്ങളെന്നുമില്ല. എല്ലാം ആത്മസ്വരൂപികൾ മാത്രമാണ്. ഈ വൈവിധ്യങ്ങളൊക്കെ അല്പസമയത്തേക്ക് മാത്രം ഉള്ളതാണ്. അതിനെയാണ് നാം ഓരോരുത്തരും ഇന്ന് ആശ്രയിക്കുന്നത്. അതാണ് നാം നിരാശപ്പെടാനും ദുഃഖിക്കാനും കാരണവും. നാം ഇന്ന് ആശ്രയിക്കപ്പെടുന്ന വസ്തുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയാകുന്നതാണ്. എന്നാൽ ഉള്ളതായ ആത്മാവിനെ ആശ്രയിച്ചാൽ അതിൽ നിന്നും നമുക്ക് അനുഭവവേദ്യമാകുന്നതുമാണ്. അതിനാൽ അതിനെയാണ് നാം അറിയേണ്ടത്. ബ്രഹ്മാത്മാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചുപോം, സഹജാനന്ദമുൾപ്പോവിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും.